വർഷത്തെ വാർഷിക ജനപ്രതിയാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഇന്ന് വ്യാപാരി സമൂഹം വളരെയേറെ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും നമ്മുടെ ജില്ലാ നേതൃത്വം വ്യാപാരികൾക്കും അവരെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബാംഗങ്ങൾക്കും വളരെ പ്രയോജനകരമായ പല പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ആശ്രയ പദ്ധതി. അതുപോലെ തന്നെ വെൽഫെയർ സൊസൈറ്റി, വെൽഫെയർ പദ്ധതി, ക്ഷേമ പദ്ധതി എല്ലാം നമ്മുടെ വ്യാപാരി സമൂഹത്തിനും അവരുടെ കുടുംബങ്ങൾക്കും തണലാവണം എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് രീതിയിലുണ്ട്, അദ്ദേഹത്തോട് സംശയം കാര്യങ്ങൾ ഉറപ്പാവുന്നുണ്ട്. കൂടുതൽ സമീറാണ് സെക്രട്ടറി, അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യൂണിറ്റ് ട്രഷറർ ശ്രീ പി വി ജോസഫാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹം വേദിയിലുണ്ട്. വരവ് ചെലവണക്ക് അവതരിപ്പിക്കുന്നത് സുനിൽ ഫിലിപ്പാണ്. ഈ യോഗ നടപടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സംഘടനയുടെ ഏറ്റവും പ്രിയങ്കരൻ എന്ന് മാത്രമല്ല, ഇത് വ്യാപാര സമൂഹത്തിൻ്റെ താമത്തണലുമായ 14 ജില്ലകളിലും എടുത്തു പറയുക, 14 ജില്ലകളിൽ ഒരു ആശ്രയ പദ്ധതി പോലുള്ള തണൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി സംസ്ഥാനത്ത് മാതൃകയായ ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല. ആ ജില്ലയുടെ അധ്യക്ഷനും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ ദേവസ്വം സാറാണ് ഈ വാർഷിക ജനപൊടിയോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SSLC +2 വിജയികളെ അനുമോദിക്കുന്നത് നമുക്കറിയാം, പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ മേഖലമായിട്ട് തന്നെ നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന ശ്രീ എ സുധാകരൻ, ജില്ലാ സെക്രട്ടറി അവர்களാണ്. പിന്നെ മറ്റൊന്ന് CK സതീശൻ അവர்களാണ്, ജില്ലാ സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ ഈ വേദിയിലുണ്ട്. നമ്മുടെ മേഖലാ പ്രസിഡന്റ് ശ്രീ ലക്ഷ്മിയാണ്. അതുപോലെ തന്നെ മേഖലാ ജനറൽ സെക്രട്ടറി മനോജ് താരപുര, മേഖലാ ട്രഷറർ KT ടോമി, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം P അബ്ദുൽ, യൂത്ത് വിംഗ് പ്രസിഡന്റ് കന്താശ്യാം, വനിതാ വിംഗ് പ്രസിഡന്റ് ശ്രീമതി ഷീജ ജയരാജ് എന്നിവരെ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. അബ്ദുള്ളക്കെ മനോജ് വിഷയത്തെ വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഈ യോഗങ്ങൾ നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ KK രാമേന്ദ്രൻ അവരുടെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, അതോടൊപ്പം ഈ സംഘടനയുടെ ഏറ്റവും കരുത്തനായ നേതാവുമായ ബഹുമാന്യനായ ദേവസ്വം യേശുദാസ്, പ്രിയപ്പെട്ട യേശുദാസ്, ഇവിടെ എത്തിച്ചേരുമെന്ന് നാം പ്രതീക്ഷിക്കുന്ന ശ്രീ സതീശൻ, ബഹുമാന്യനായ എസ് ബഷീർ, ബഹുമാന്യനായ ശ്രീ മനോജ് താരപ്പുര, പ്രിയപ്പെട്ട ജോസേട്ടൻ, അഭിനന്ദനായ KT ടോമി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ P അബ്ദുള്ള, തങ്കശ്യാം, ഷീജ ജയരാജ്, ബഹുമാന്യനായ സുനിൽ ഫിലിപ്പ്, സഹോദരൻ. ദീർഘമായ വാക്കുകൾക്ക് അർത്ഥമില്ല എന്നെനിക്കറിയാം. പ്രത്യേകിച്ചും നിങ്ങളൊക്കെ ശ്രമിക്കാൻ ആഗ്രഹിക്കുന്നത് ബഹുമാന്യനായ പ്രസിഡന്റിൻ്റെ വാക്കുകളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏറ്റവും ശ്രദ്ധയോടുകൂടി കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആശ്രയ പദ്ധതി അടക്കമുള്ള ജില്ലയുടെ പദ്ധതികളെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും അവയൊക്കെ ചോദിക്കാനുള്ള അവസരമായി ഇത് ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഒളിഞ്ഞും തെളിഞ്ഞും ഒരുപാട് വാക്കുകൾ കേൾക്കാറുണ്ട്. ഒളിഞ്ഞു വരുന്ന വാക്കുകൾക്ക് മറുപടി പറയാൻ വയ്യാന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല.
വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഒരു തുറന്ന പുസ്തകമാണ്. അതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറയേണ്ടത് വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ്. അവയൊക്കെ വ്യക്തമാക്കാനുള്ള അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് നിർബന്ധമായി അത്തരം സംശയങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ ചോദിക്കാനുള്ള അവസരമാണ്. ഒരു സംശയം ഞാൻ തന്നെ പറയാം. എന്നോട് ഇന്നലെ ഒരാൾ വിളിച്ച് ചോദിച്ച സംശയമാണ്, നിങ്ങൾ എല്ലാ പ്രാവശ്യവും 100 രൂപ വെച്ചിട്ടാണ് ഒരാൾ മരിച്ചാൽ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 20,000-ഓളം ആളുകൾ അംഗങ്ങളായിട്ടുള്ള ഒരു സമിതിയിൽ, ഒരു സംഘടനയിൽ അല്ലെങ്കിൽ ഒരു ഏർപ്പാടിൽ എന്തിനാണ് 100 രൂപ വെച്ച് കൊടുക്കുന്നത് എന്നതായിരുന്നു ചോദ്യം. ഞാൻ അദ്ദേഹത്തിന് എനിക്കറിയാവുന്ന മറുപടി പറഞ്ഞു കൊടുത്തു. 99 ആളുകൾക്ക് നമ്മൾ കാശ് കൊടുത്തിട്ടുണ്ട്. 4,500 ഇപ്പോൾ വരാൻ പോകുന്ന 400-500 രൂപയുടേത് കൂടി വരാൻ പോവാണ്. അത്രയും പൈസ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. 50 രൂപ വെച്ചിട്ട് മാത്രമാണ് സത്യത്തിൽ നമ്മൾ കൊടുത്തത് എന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. പക്ഷെ അത് ഒരു സുവ്യക്തമായി വരണം എന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ ബഹുമാന്യനായ പ്രസിഡന്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം എൻ്റെ ഒരു അഭ്യർത്ഥന, ഈ പദ്ധതിയിൽ ആദ്യമായി അംഗമായവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് എൻ്റെ ബഹുമാന്യ സുഹൃത്തും എസ്എസ്എഡിയുമായ ശ്രീ, നേരത്തെ നമ്മുടെ സംഘടനയുടെ നേതാവ് കൂടിയായ ഹരിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന് പണം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണ് എന്ന് പല ഘട്ടങ്ങളിൽ പലരോടായിട്ട് ഞാൻ മക്കളൊക്കെ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അവർ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അതിവിടെ വെച്ച് വ്യക്തമാക്കണം, എന്തുകൊണ്ടാണ് ഹരിയുടെ പൈസ കൊടുക്കാൻ കഴിയാതെ പോയത് എന്നുള്ള കാര്യം പ്രസിഡന്റ് പറയണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇതിലുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ അങ്ങ് സഹായിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പമുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം SSLCയുടെ സമ്മാനം ലഭിച്ചിട്ടുള്ള കുട്ടികളുടെ അംഗീകാരം നൽകലാണ്. ഒരു കുട്ടിയെയും നമ്മൾ പരിഗണിക്കാതിരുന്നിട്ടില്ല. SSLC +2 പാസ്സായ മുഴുവൻ കുട്ടികളെയും വ്യാപാരികളുടെ ബന്ധുക്കളാണെങ്കിൽ, വ്യാപാരികളുടെ മക്കളാണെങ്കിൽ, അല്ലെങ്കിൽ കൊച്ചുമക്കളാണെങ്കിൽ അവരെ മുഴുവൻ പരിഗണിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനമതി കുട്ടികളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവര് ജീവിതത്തിൻ്റെ വഴികളിലാണ്. ആ വഴികളിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നൽകുന്ന സന്തോഷകരമായ ഒരു പിന്തുണയാണ് ഈ സമ്മാനങ്ങൾ. ആ സമ്മാനങ്ങൾ കൂടെ ഇവിടെ വിതരണം ചെയ്യേണ്ടതുണ്ട്. അടുത്ത കാര്യം ഈ സംഘടനയെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ പറയാനുള്ള ബഹുമാന്യനായ സുധാകരൻ, നമ്മുടെ ജില്ലാ സെക്രട്ടറി ഇവിടെ ഉണ്ട്. എന്നെ കേട്ട് കൊല്ലത്തെ റെസീറ്റ്, വരവിത്ര, വാടക ഇനത്തിൽ ഇത്ര, വൈസംഖ്യ ഇനത്തിൽ ഇത്ര, പരസ്പര സഹായ നിധി ഇനത്തിൽ ഇത്ര, സംഭാവന ഇനത്തിൽ ഇത്ര, അങ്ങനെ ഒരു വരവ് 5 ലക്ഷം രൂപ, ചെലവ് 4,75,000, കഴിച്ച് ബാലൻസ് 25,000. ആ 25,000 എവിടെയാണ് എന്നറിയാൻ ചെലവ് കഴിഞ്ഞതിന് താഴെ ഇന്ന ബാങ്കിൽ ഇത്ര അക്കൗണ്ടിൽ ഇത്ര പൈസ, ക്യാഷിന് ഞാൻ ഇത്ര, അങ്ങനെ പറഞ്ഞാലത് മനസ്സിലാക്കും. നിങ്ങൾ ചോദിച്ചതാണ്, ഇനി ഞാൻ മനസ്സിലാക്കുക അല്ലേ? നിങ്ങൾ ഉദ്ദേശിച്ചതല്ലേ അല്ലേ? നിങ്ങൾ ഉദ്ദേശിച്ചതാണ്, നിങ്ങളുടെ ചോദ്യം അതാണ്. അത് അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ വരവും ചെലവ് എഴുതിയാൽ അതെന്താണ് എന്ന് വ്യക്തമല്ല എന്ന് പറഞ്ഞാൽ പുരുഷൊക്കെ പറഞ്ഞ മറുപടി ആ പണം ആ ബാങ്കിലുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നിക്ഷേപിച്ച പണം നിക്ഷേപിച്ചപ്പോൾ നിക്ഷേപം എഴുതി, ലാസ്റ്റ് ക്ലോസിംഗിൽ ഉള്ള പൈസ എഴുതി എന്നതാണ് പുരുഷോട്ടം പറഞ്ഞ കണക്ക് തെറ്റല്ല. പക്ഷെ അത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കിയല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. കണക്ക് തെറ്റെന്ന് ഞാൻ പറഞ്ഞില്ല. ബാങ്കിൽ ഇട്ടപ്പം ഫിക്സഡ് ഇട്ടു, SP3 ഇട്ടു എന്ന് ചെലവിൽ എഴുതി. അത് ചെലവിൻ്റെ കണക്കിങ് വന്നു. ക്ലോസിംഗ് ബാലൻസിലും വന്നപ്പം അവിടെ ഉള്ളത് പാസ്ബുക്ക് നോക്കിയിട്ട് എഴുതി എന്നതാണ് ആ കണക്ക് കേട്ടപ്പോൾ മനസ്സിലായത്. ഏതായാലും അതൊരു ക്ലിയർ കുറവുകളുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ട് അടക്കം ഐക്യകണ്ഠേന പാസ്സാക്കിയിട്ടില്ല, കമ്മിറ്റി പാസ്സാക്കിയിട്ടില്ല എന്നാണ് കിട്ടിയത്. അതുകൊണ്ട് ഐക്യകണ്ഠേന പാസ്സാക്കണം. ഐക്യകണ്ഠേന പാസ്സാക്കിയില്ല എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അപ്പുറത്തുനിന്ന് സംസാരിക്കും, ഇപ്പുറത്തുനിന്ന് ഭാരവാഹികൾ സംസാരിക്കും. അതൊരു സ്വഭാവ പ്രവർത്തനം. അതുകൊണ്ട് ഈ കണക്ക്
ഒന്ന് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ എഴുതി തുടങ്ങണം. അത് വേണമെങ്കിൽ ഒരു തർക്കം വന്നിട്ട് ഇപ്പം തന്നെയാകാം. ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ ഒന്ന് ഓഡിറ്റ് ചെയ്യണം. അതിന് വരുന്ന ചിലവല്ലെന്ന് അതൊന്നും ഒരു കാര്യമല്ല. അപ്പോൾ അതിന് റിസീറ്റ് ഉണ്ടാവും, വൗച്ചർ ഉണ്ടാവും, പേയ്മെൻറ്റ് ഉണ്ടാവും, ലെഡ്ജർ ഉണ്ടാവും, പാസ്ബുക്ക് ഉണ്ടാവും, എല്ലാ ന്യൂനതകളും അവർ ചൂണ്ടിക്കാണിക്കും. അപ്പം വേണമെങ്കിൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അത് ക്ലിയറായിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് തന്നെ ഒരു ബോധ്യം വേണ്ടേ, എക്സിക്യൂട്ടീവിന് വേണ്ടേ, രണ്ടഭിപ്രായം വേണ്ടല്ലോ. ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്ത് ആ കണക്കൊന്നുകൂടി ഒരു ജനകൂടിയിൽ അവതരിപ്പിക്കുന്നതല്ലേ നല്ലത്. ഏകണ്ഠേന കമ്മിറ്റിയും പാസ്സാക്കണം. നിങ്ങളുടെ അഭിപ്രായം, ഞാനൊരു അഭിപ്രായം ചാടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും കൃത്യമായിട്ട് മറുപടി തൃപ്തികരമായ മറുപടി എന്നാണ് ഞാനൊരു അഭിപ്രായം പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒതുങ്ങണം ചർച്ചയോ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്ത്. ഞാൻ പുളിക്കലിലെ ഒരു യോഗം കഴിഞ്ഞ് ഇരിട്ടിയിലെത്തിയപ്പോഴത്തേക്കും ആ യോഗത്തിൽ സംസാരിച്ച കാര്യമൊക്കെ വാട്സപ്പിൽ വന്നു. ഒന്നും വേണ്ട, എന്തെങ്കിലുമുണ്ടെങ്കിൽ നമുക്കിവിടുന്ന് സംസാരിച്ച് പരിഹരിക്കാൻ വേണ്ടി കഴിയും. ആരും സ്വന്തം കീശയിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ കൊണ്ടുപോകാൻ അനുവദിക്കുകയില്ല. ഇങ്ങനെയൊരു വിഷയങ്ങൾ കൂടിയുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്തിയതാണ്. ഏതായാലും കൃത്യമായും 2022 ഓപ്പണിംഗിൽ നിന്നുണ്ട്. പ്രസിഡന്റ് കയ്യിൽ നിന്ന് വായ്പ മേടിച്ചെന്നാണ് പറയുന്നത്. വായ്പ മേടിച്ചത് തിരിച്ചു തരേണ്ടതുണ്ടോ? മാന്യ മെമ്പർ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. പുതിയ കമ്മിറ്റി അങ്ങനെ ഒരു പൈസ തരാനുണ്ടോ? ചന്ദ്രേട്ടൻ കൊടുത്ത പൈസ വല്ല ഓർമ്മയുണ്ടോ? ചന്ദ്രേട്ട കൊടുത്ത പൈസ വല്ല ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? കിട്ടാനെല്ലാം ബാക്കിയുണ്ടോ? കിട്ടാനും പൈസ അവരുടെ ചോദ്യത്തിന് തൃപ്തികരമായ മറുപടിയെല്ലാം കൊടുത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആര് പറഞ്ഞാലും പൈസ കൊടുക്കാനുണ്ട്. അത് കൃത്യതയും വ്യക്തതയാക്കേണ്ടതാണ്. നിങ്ങളുടെ ചോദ്യം പ്രസക്തമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് കൃത്യമായി പ്രസക്തമായ രീതിയിൽ ശരിയായ രീതിയിൽ ഓഡിറ്റ് ചെയ്ത് വിശ്വസനീയമായ രീതിയിൽ സഭയ്ക്ക് മുമ്പായി അത് അവതരിപ്പിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാനത് മറിച്ചു പറഞ്ഞതാണ്. നിങ്ങളെ കമ്മിറ്റിപ്പെട്ട ആളല്ലേ? അതായത് 2022-23 ബാങ്കിൽ ചെലവായിട്ട് കാണിച്ചിരിക്കുന്ന പൈസ, അതായത് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് കാണിച്ചു. പിന്നെ ആ ചെലവിന്റെ ഭാഗത്താണ് അത് എഴുതിയിരിക്കുന്നത്. ചെലവിന്റെ ഭാഗത്ത് എഴുതുന്നത് ക്ലോസിംഗ് ബാലൻസ് തന്നെയാണ്. അത് ഇപ്പം പ്രാവശ്യം വരുമ്പോൾ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. അതെ അതെ. അപ്പം അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു നമ്മുടെ അറിവ് നമ്മുടെ ഭരണ നേതൃത്വത്തിന് ഇല്ലാതെ പോയതാണ് ഈ വിഷയങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ടാകാനുള്ള കാരണം. അതുപോലെ തന്നെ ഇവിടുത്തെ വിഷയം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ യൂണിറ്റിൽ ഒരുപാട് പൈസ അഴിമതി പോലുള്ളൊരു ആരോപണം ഇവിടെ ഉന്നയിക്കപ്പെട്ടു. അതായത് ചിട്ടി നടത്തിയ വകയിൽ ഒരു വലിയൊരു എമൗണ്ട് ഒരു സ്റ്റാഫ് അടിച്ചുകൊണ്ട് പോയി. അപ്പൊ അത് ബഹുമാനായ പ്രസിഡന്റ് സ്വന്തം കയ്യിൽ നിന്ന് വെക്കേണ്ടി വന്നു. വെച്ച് അത് പരിഹരിച്ചു. അത് ആരാണ് കാരണക്കാരൻ? അതായിരുന്നു ഇവിടുത്തെ ചോദ്യം. അതുപോലെ തന്നെ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഒരു 10-14 ലക്ഷം രൂപ ഒറ്റയടിക്ക് നമ്മുടെ ബഹുമാനായ പ്രസിഡന്റ് കയ്യിൽ നിന്ന് ഒരു വർഷം കൊണ്ട് വെക്കേണ്ടി വന്നു. അതാരുടെയാണ് കഴിവുകൾ? അതുപോലെ തന്നെ മറ്റേ ഈ ഇപ്പം ആയിട്ട് 2022-23 വർഷത്തെ കണക്ക് പാസ്സാക്കിയാണ്. അതെ, ഇതിനു മുമ്പ് ഈ കണക്ക് പാസ്സാക്കിയാണ്. ഇതുപോലെ ഇത് പ്രിന്റിംഗ് അടിച്ച് പാസ്സാക്കിയാണ്. ആ പാസ്സാക്കി വ്യാപാരി വ്യവസായിയുടെ ഈ വലയത്തില് പാസ്സാക്കിയതായിട്ട് ഫയലുള്ളതുണ്ടായിരുന്നു. അപ്പൊ ഈ കണക്കിനകത്ത് അത് രണ്ടാമത് നമ്മൾക്ക് ഈ ഓഡിറ്റ് റിപ്പോർട്ട്, അതായത് റിപ്പോർട്ട് കമ്മിറ്റി ഉണ്ടാക്കി കണക്കെടുത്ത് കഴിഞ്ഞപ്പോൾ മറ്റേ ഈ ഒരു ഏകദേശം 10-20 ലക്ഷം രൂപയുടെ കാണാനില്ല എന്നുള്ളൊരു തിരുമൊഴി പോലെ കണ്ടു. അപ്പൊ അതിനെപ്പറ്റി ചർച്ച ചെയ്ത് കണക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ 23-24 ഓഡിറ്റിന് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇവിടെ നിന്ന് സെക്രട്ടറി ഒരു കണക്കുണ്ടാക്കി തന്നപ്പോൾ കണക്കിൽ അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ 22-23 പാസ്സാക്കിയ കണക്കിനകത്ത് മറ്റേ വരവ് ചിലവ്, അതായത് ഓപ്പണിംഗ് ബാലൻസോ കോസ്മെറ്റോ അങ്ങനെയുള്ള ഒരു എമൗണ്ട് ഇതിനകത്ത് വരാതെ വരികയും പല ഫിഗറിലും മിസ്റ്റേക്ക് വരികയും ചെയ്തപ്പോഴാണ് 2022-23 23-24 ഓഡിറ്റിന് കൊടുത്തത്.
ആ ഓഡിറ്റിന് കൊടുത്തപ്പോൾ ഈ 2 വർഷത്തെ കണക്കിലും ഒരുപാട് മിസ്റ്റേക്കുണ്ട്. അതായത് ഇവിടുത്തെ സെക്രട്ടറി ഉണ്ടാക്കിയ കണക്ക് പ്രകാരവും ഓഡിറ്റ് റിപ്പോർട്ട് കണക്ക് പ്രകാരവും ഒരുപാട് മിസ്റ്റേക്കുണ്ട്. അതിനകത്ത് ഇപ്പം ഓഡിറ്ററുടെ റിപ്പോർട്ട് ഇന്ന് എക്സിക്യൂട്ടീവ് വെച്ച് വായിച്ചിരുന്നു. എക്സിക്യൂട്ടീവ് വെച്ച് വായിച്ച സമയത്ത് ഓഡിറ്റ് റിപ്പോർട്ടിലും അത് സ്പഷ്ടമായിട്ട് എഴുതി ചേർക്കുന്നുണ്ട്. അതായത് ഇവിടെ ഡേ ബുക്കോ റെസിപ്റ്റ് കാര്യമോ സൂക്ഷിച്ചിട്ടില്ല ഓഫീസിൽ എന്നുള്ള രീതിയിലുള്ള ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇവിടെ കിട്ടിയത്. അത് ഓഡിറ്റ് റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടില്ല. അങ്ങനെ അതായത് ഒരു കൃത്യമായ കണക്ക് എഴുതി തയ്യാറാക്കാൻ ഇവിടുത്തെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആരോപണം. അതിന് ആണ് മറുപടി കിട്ടുന്നത്. അതുപോലെ തന്നെ മറ്റേ എല്ലാത്തിനകത്തും ഡബിൾ എൻട്രി ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഓഫീസ് സെക്രട്ടറി ഉണ്ടായിരുന്നു. ഓഫീസ് സെക്രട്ടറി പറഞ്ഞു വിട്ടത് ഒരേ ബില്ല് തന്നെ 2 പ്രാവശ്യമൊക്കെ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പിടിച്ചു. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു സ്റ്റാഫ് സ്ഥിരമായിട്ട് വളരെ കൃത്യമായിട്ട് അതിനു മുമ്പിരുന്ന ഭരണസമിതിയുടെ സമയത്ത് കൃത്യമായ കണക്ക്, അത് ഓഫീസ് സ്റ്റാഫ് പോലും ഇല്ലാതെ കൃത്യമായ കണക്ക് എടുക്കൊണ്ടിരുന്ന ഒരു സ്റ്റാഫിനെ 2-3 പ്രാവശ്യം പൈസ തിരുമലയ്ക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞ് അവരെയും പറഞ്ഞു. എന്നിട്ട് പുതിയൊരു സ്റ്റാഫിനെ വെച്ചു. ആ സ്റ്റാഫാണ് ഉണ്ടാക്കിയത്. അപ്പം അങ്ങനെയുള്ള ആരോപണങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞൊരു ഓഫീസ് സെക്രട്ടറി എടുത്തു. ആ സെക്രട്ടറി ആണെങ്കിൽ വേറെ കുറെ ആരോപണങ്ങൾ ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് നമ്മൾ പറയുന്നത് അർത്ഥമില്ല. അതുകൊണ്ട് ഇതാണ് സംഭവം. അതായത് കണക്ക് തയ്യാറാക്കാൻ കഴിയാത്ത ഒരു, അതായത് നോക്കിയേക്കാൻ കഴിയാത്ത ഒരു സംഭവമായി പോയി എന്നുള്ളതാണ് ഒരു ഇതിൽ വന്നത്. അതൊന്നും വേണ്ട, നിങ്ങൾ അങ്ങനെയൊന്നും പറയണ്ട. ആ ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ മോശമാക്കുന്ന രീതിയിലുള്ള ചർച്ച വേണ്ട. കണക്കിനെ സംബന്ധിച്ചും പ്രവർത്തനത്തെ സംബന്ധിച്ചും ഈ 2 വർഷത്തേത് സംബന്ധിച്ചാണ് തർക്കം വന്നത്. മുൻ വർഷത്തേത് വേണ്ട എന്ന് ഞാൻ ശക്തമായിട്ട് പറയുന്നത്, പുതിയ കമ്മിറ്റിയാണ് കണക്ക് ഓടിക്കുന്നതെങ്കിൽ നിലവിലുള്ള കമ്മിറ്റിക്ക് അതിന് ഉത്തരവാദിത്വം ബാധ്യതയില്ല. അപ്പം നിലവിലുള്ള കമ്മിറ്റി അധികാരം വെച്ചുപിടിക്കുന്നതിന് മുന്നം കണക്ക് ഓഡിറ്റ് ചെയ്ത് കൃത്യമായി ഈ യൂണിറ്റിലെ മുഴുവൻ മെമ്പർമാരെയും ധരിപ്പിച്ച് അവരുടെ സംശയങ്ങൾ ദൂരീകരിച്ചതിന് ശേഷമാണ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ. അതാണ് പറഞ്ഞതിന്റെ വ്യക്തി. അതിലെന്താ സംശയം? അതിന് ഒരുപാട് സമയം നീട്ടിക്കൊണ്ട് പോകരുത്. സ്വാഭാവികമായും ഇതെല്ലാം ചെയ്തു പറയുന്നത് 2-3 മാസം വേണ്ടി 3 മാസം. അപ്പോഴും സതീശൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം. ആ യോഗത്തിൽ കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ എത്ര മാസമുണ്ടോ അത്രയും മാസത്തെ കണക്ക് ഓഡിറ്റ് ചെയ്യാതെയും സഭയുടെ മുമ്പാകെ അവതരിപ്പിക്കും. അത് പിന്നീട് ഓഡിറ്റ് ചെയ്യണം. അങ്ങനെയാണല്ലോ നമ്മളെല്ലാം ചെയ്യുന്നത്. മെയ് മാസം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ജൂൺ മാസം തെരഞ്ഞെടുപ്പ് 3 മാസത്തെ മെമ്പർഷിപ്പ് പിരിച്ചത് അതിന്റെ കണക്കൊക്കെ അവിടെയുണ്ട്. അതിനെപ്പറ്റി നമ്മളിപ്പം ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഇനി 1 മാസം കൂടെ നീണ്ടു പോകുന്നതൊക്കെ എന്നാണോ യോഗം വിളിക്കുക, എന്നാണെന്ന് അനന്തമായി നീട്ടിക്കൊണ്ട് വരില്ല. മാക്സിമം ഒരു 3 മാസം. 3 മാസം എന്ന് പറയുന്നത് ഒരു 3 മാസം പറഞ്ഞാൽ 15 ദിവസം കൊണ്ട് കഴിയുമെങ്കിൽ അത് ചന്ദ്രേട്ടാ 3 മാസം എന്ന് പറഞ്ഞാൽ 1.5 ആകരുത്. 3 മാസം എന്ന് പറഞ്ഞാൽ 15 ദിവസം കൊണ്ട് കഴിയുമെങ്കിൽ 15 ദിവസം കൊണ്ട് ചെയ്തോളൂ. 15 ദിവസം കൊണ്ട് കഴിയുമെങ്കിൽ 15 ദിവസം കൊണ്ട് ചെയ്തു. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി. ഞാൻ 3 മാസം എന്ന് പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് ഡേ ബുക്ക് ഇല്ല, ലെക്ചർ ഇല്ല, ബാങ്കിന്റെ അക്കൗണ്ട് പാസ്ബുക്ക് നോക്കിയിട്ട് മാത്രമാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്ന് ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. അത് നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ് അല്ലേ? അപ്പം ഈ 24 മാസത്തെ ഡേ ബുക്കും ലെക്ചറും നിങ്ങൾ പറഞ്ഞ 2 ദിവസം കൊണ്ടും 4 ദിവസം കൊണ്ടും ഒരാൾക്ക് എഴുതി കൊണ്ടുവരാൻ കഴിയില്ല. എനിക്കത് അറിയുന്നതുകൊണ്ട് ബുദ്ധിയുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഡേ ബുക്കിലേക്ക് പോകുമ്പോൾ 10 രൂപ ചെലവ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊരു എൻട്രി വേണം. ചെറുതായിട്ട് മനസ്സിലായി. അത് നിങ്ങൾ പറഞ്ഞ 15 ദിവസം കൊണ്ട് ഒരിക്കും നമുക്ക് വേണം 1 മാസം കൊണ്ട്. അത് ആകില്ല. അതിനറിയുന്ന ഒരാളെ വെക്കണം, കണക്കുമായിട്ട് പരിചയമുള്ള ആളെ വെക്കണം. അല്ലാതെ ആരെങ്കിലും വേണ്ടിയിട്ട് കാര്യമില്ല. അല്ല, അത് എന്നെ ഉത്തരവാദിത്തപ്പെട്ടില്ല. നമുക്ക് നോക്കാം, അതിനുള്ള പണിയെടുക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 3 മാസത്തിനകം. കാരണം ഇത് ചെയ്തു വരാൻ അതിന്റെ ഒരു സമയം കൊടുക്കും.
അതിൻ്റെ ഒരു സമയം പിടിക്കും. ഇനി 1 മാസം കൊണ്ടാകുവാണോ? ചെയ്തോളൂ. അതിന് പ്രത്യേകിച്ച് ഈ വാർഷിക യോഗം നടക്കുമെന്നും കണക്ക് അവതരിപ്പിക്കണം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ ഈ കമ്മിറ്റിയിൽ വരുമ്പോൾ കൃത്യതയാർന്ന കണക്കെടുത്തുകൊണ്ട് വേണ്ടേ വരാൻ. അല്ലാതെ ഇതേപോലെ ഈ തട്ടിക്കൂട്ട് കണക്കായതുകൊണ്ടല്ലേ ഈ പ്രശ്നമുള്ളത്. കൃത്യതയാർന്ന കണക്ക് അവതരിപ്പിക്കാൻ പറ്റാത്തത് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ പരാജയം തന്നെയാണ്. ആ പരാജയം വീണ്ടും നീട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അവർക്ക് വീണ്ടും സമയം കൊടുക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അവർക്ക് വീണ്ടും സമയം നീട്ടി കൊടുക്കേണ്ട കാര്യമില്ല. അവർ ഇതിന് കണക്കുമായിട്ടല്ലേ വേണ്ടത്. കണക്കായില്ലെങ്കിൽ പിന്നെ വീണ്ടും ഞങ്ങൾ സാധാരണപ്പെട്ട കച്ചവടക്കാരാണ്. ഈ സംഘടനയുടെ തെരഞ്ഞെടുപ്പിനും വേണ്ടി ഞങ്ങൾക്ക് ലീവാക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. ഇന്നിപ്പോൾ തിങ്കളാഴ്ച ഒരു ദിവസം ലീവായി, ഇനി അടുത്ത കമ്മിറ്റിക്ക് ലീവാക്കണ്ടേ? പിന്നെ ഇനി ഇലക്ഷൻ ഉണ്ടെങ്കിൽ ഇലക്ഷൻ ലീവാക്കണ്ടേ? നിങ്ങൾക്ക് കുറച്ച് പേര് നേതാക്കന്മാർക്ക് സ്ഥാപനവും കടയും ഇല്ല എന്നുള്ള രീതി എല്ലാ സാധാരണക്കാരുടെ വിഷമങ്ങൾ. അപ്പം ഞങ്ങളെ ദയവ് ചെയ്ത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഞങ്ങൾക്ക് ഇതൊരു എന്താ പറയുക, എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞു കിട്ടുക. ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഒരു ദിവസം ഞങ്ങളെ കച്ചവടം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് ആ ആഴ്ച മൊത്തമാണ്. ദയവായിട്ട് ഇതുപോലെയുള്ള മീറ്റിങ്ങുകളൊന്നും തിങ്കളാഴ്ച ശനിയാഴ്ച ഒന്നും വെക്കാതിരിക്കുക. കടയില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് കടയില്ല. ഇത് കടയിലെ ആൾക്കാരുടെ വിഷമം മനസ്സിലാക്കി എന്തിനാ നീട്ടിക്കൊണ്ടുകൊണ്ട് ആവശ്യം. ഇവിടെ പ്രസിഡന്റ് പറഞ്ഞു 16 ലക്ഷം വെച്ചു. ഞങ്ങളാരും പറഞ്ഞ സാറെ പൈസ വെക്കാൻ, ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. സാറ് പൈസ വെക്കേണ്ട യാതൊരു കാര്യമില്ല. അത് തട്ടിപ്പ് നടന്ന കമ്മിറ്റിയുടെ പൈസയല്ലേ. അത് കമ്മിറ്റി ആരാണോ ആ പൈസ എടുത്തത് അവരെ കൊണ്ട് തിരിച്ചു ഒപ്പിക്കാം. അല്ലാണ്ട് ഞാൻ വെച്ചു എന്ന് പറഞ്ഞാൽ ഇനി എല്ലാ കാലവും കമ്മിറ്റിക്ക് പൈസ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സാറ് തിരിച്ചു പോകും. സാറ് തിരിച്ചു പോകേണ്ട കാര്യമില്ല. സാറ് പൈസയിലല്ലോ പോയെ. ആരാണോ പൈസ അടിച്ചു മാറ്റിയത് അവരെടുത്തുനിന്ന് പൈസ വസൂലാക്കുക. അല്ലാണ്ട് ഇത് മാസം നീട്ടി കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ പറയാം. ഞങ്ങൾക്ക് ഇവിടെ വേറെ സംഘടനയുണ്ട്. എപ്പോഴും തെരഞ്ഞെടുപ്പ് എപ്പോഴും അടിച്ചു മാറ്റി. ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട് ഈ സംഘടനയിൽ? ഇന്നും തുടങ്ങിയ കാര്യങ്ങളാണോ? സത്യം പറഞ്ഞ നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഈ സംഘടന മെമ്പറാന്ന് പറഞ്ഞാൽ തന്നെ. അപ്പം അതുകൊണ്ട് നീട്ടിക്കൊണ്ടുപോകേണ്ടതിൽ എന്ത് ഔചിത്യമാണെന്ന് മനസ്സിലാകുന്നില്ല. വീട്ടിൽ കണക്ക് വേണമെങ്കിൽ നിലവിലെ കമ്മിറ്റി അവതരിപ്പിച്ചോട്ടെ. ഇനി ഒരു ഇലക്ഷൻ ഡേറ്റ് നീട്ടി വെച്ചിട്ട് ഞങ്ങൾക്ക് കട കൂട്ടാനും പണി മുടക്കാനും ഞങ്ങൾക്ക് പറ്റില്ല. ആ ഒരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. കടയില്ലാത്ത നേതാക്കൾ അവിടെ ഇറങ്ങിയിരിക്കുന്നത് എനിക്ക് തോന്നിയില്ല. അല്ല, അതിനെല്ലാം ഞാൻ മറുപടി കൊടുക്കും. ഹലോ കടയുള്ളവർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള ആള്. ഞാൻ മെമ്പറായിട്ടുള്ള ഷോപ്പിന്റെ ഒരു പേരാ ട്രേഡിംഗ് കമ്പനി എന്ന് പറഞ്ഞ ഷോപ്പാണ്. ചോദ്യത്തിനുള്ള മറുപടിയെല്ലാം കൊടുക്കാൻ വളരെ ബിരുദം നേടിയ ആളാണ് ഞാൻ. ആയിക്കോട്ടെ, ഞാൻ 3 മാസം എന്ന് പറഞ്ഞൊരു സമയം നമ്മൾ കൊടുത്തു. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ചാർട്ടേഡ് അക്കൗണ്ടിന്റെ കണക്ക് തയ്യാറാക്കിയത് വരുമ്പോൾ 3 മാസത്തിനുള്ളിൽ 15 ദിവസം കൊണ്ട് തയ്യാറാവുകയാണെങ്കിൽ ആ 15 ദിവസം കൊണ്ട് തന്നെ പൂർത്തീകരിക്കാം. 3 മാസം വരെ ടൈം കൊടുത്തത് അത് ഉപയോഗിക്കാൻ വേണ്ടിയല്ല എന്ന് ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭരണസമിതി തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ വേണ്ടിയാണല്ലോ ഈ സമയം കൊടുക്കുന്നത്. അപ്പൊ ആ സമയത്ത് അവരെ കുറ്റക്കാരാക്കിക്കൊണ്ട് മറ്റൊരു ഭരണസമിതി വന്ന് നോക്കേണ്ട സാഹചര്യത്തിനേക്കാളും നല്ലത് നിലവിലുള്ള ഭരണസമിതി തന്നെ അത് പരിശോധിച്ച് അതിലെ കുറ്റങ്ങൾ മനസ്സിലാക്കി എന്നിട്ടാണ് നമ്മൾ അംഗങ്ങളെല്ലാവരും മറ്റു കാര്യങ്ങളിലേക്ക് സംസാരം കൊണ്ടുപോകേണ്ടത്. ഒരു അവസരം കൂടി അവർക്ക് കൊടുക്കണം. കാരണം പിന്നെ വേറെ പണിയുണ്ട് എന്ന് പറയുന്ന ആളുകള് ആ പണിയൊന്നും നോക്കിയാൽ മതി. പേരാവൂരിലും മറ്റു പല സ്ഥലങ്ങളിലും വേറെ സ്ഥലങ്ങളിലൊക്കെ പോയവര് ഇതിന്റെ പിന്നാലെ വന്ന് വാതിൽക്കൽ മുഖ്യ ചരിത്രവും ഏകോപന സമിതിക്ക് വേറെ സംഘടനയുണ്ട് എന്ന് പറഞ്ഞാലും പീഡിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ വ്യാപാരമുള്ളവരാണോ ഇല്ലാത്തവരാണോ ഇതിന്റെ നേതാക്കന്മാര് എന്ന കാര്യം ചോദിക്കുകയുണ്ട്. അതിൽ ഞാനും പെടും എന്ന് ധരിക്കുക. ഇവിടെ ഉള്ളതിലെ ഏറ്റവും നമ്പർ 1 നേതാവ് ഞാൻ തന്നെയല്ലേ. സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ താഴെ തന്നെയല്ലേ. എല്ലാ 2 വർഷം കൂടുമ്പോഴും ജനങ്ങളുടെ അംഗീകാരം മേടിച്ച് ഈ മേഖലയിൽ നിന്നും നമുക്കെതിരെ മത്സരിക്കാനൊക്കെ ആൾ വന്നിട്ടുണ്ട്. കെട്ടിവെച്ച കാശാളുകൾ കളഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ആളുകൾ ഒട്ടിയെടുത്ത് തന്നെയാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കച്ചവടം അംഗീകാരമില്ലാത്തവരാണോ സംഘടനയുടെ നേതൃതലത്തിൽ ഇരിക്കുന്നത് എന്ന കാര്യം
പേരാവൂരിൽ നിന്ന് വന്നാൽ വോട്ട് ചെയ്യാൻ പറ്റിയില്ല. 27-ാം തീയതി 10 മണിക്ക് കണ്ണൂർ പോലെ പിന്തുണയുള്ള ആളുകളാണ് ഇരിക്കുന്നതെന്നുള്ള കാര്യം അവിടെ കാണും. പിന്നെ സാമ്പത്തിക ശേഷി ഏറ്റവും വലിയ സമ്പന്നനാണ് വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ നേതാവാകുന്നത് എന്നൊന്നും പറയണ്ട. ഇതിനകത്ത് കടല വിൽക്കുന്നവനും കപ്പൽ വിൽക്കുന്നവനും ഈ സംഘടന അംഗത്വം കിട്ടും. അപ്പോൾ കടല വിൽക്കുന്നവനും ഇതിന്റെ യൂണിറ്റ് പ്രസിഡന്റും മുതൽ സംസ്ഥാന പ്രസിഡന്റ് വരെ ആകാൻ വേണ്ടി കഴിയും. അതാണ് അതിനുള്ള മറുപടി. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞങ്ങൾക്ക് സമയമില്ല. ഈ സംഘടനയ്ക്ക് വേണ്ടി അരമണിക്കൂർ നീക്കിവെക്കാൻ കഴിയാതെ ഈ സംഘടനയെ സമൂഹ മധ്യത്തിൽ വാട്സപ്പിലൂടെയും മറ്റ് രീതിയിലും തേജോവധം ചെയ്യാൻ മാത്രം സമയമുള്ളവർക്ക് പറ്റിയ സംഘടനയുമല്ല ഈ സംഘടന. അത്തരത്തിലുള്ള വേറെ കഴിയുന്നതാണ് നല്ലത് എന്നുകൂടി സൂചിപ്പിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തില്ല. ഞാൻ ഒരാൾക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് ചന്ദ്രേട്ടനാണോ പ്രസിഡന്റ്, പുരുഷനാണോ പ്രസിഡന്റ്, മനോജാണോ പ്രസിഡന്റ്, വേറെ ആരെങ്കിലാണോ പ്രസിഡന്റ്, അത് വിഷയമല്ല. ആ പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെടുന്നത് മറ്റുള്ളവരെ പോലെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഇന്നയാളെ പ്രസിഡന്റ്, ഇന്നയാളെ കമ്മിറ്റി എന്ന് പറയുന്ന സ്വഭാവവും ഇല്ല. ഭരണഘടന അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെടും. 262 മെമ്പർമാരും 56 എത്ര മെമ്പർമാർ ഇപ്പോൾ 52. ആ 252 മെമ്പർമാരുടെ യോഗം വിളിച്ചു ചേർന്നു. ഭൂരിപക്ഷം ആളുകൾ പറയുന്ന ആളുകള് പ്രസിഡന്റാണ്. പേരാവൂരിൽ എത്ര അറിയാമല്ലേ? പേരാവൂർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാത്രമേ മത്സരം നടത്തിയിട്ടുള്ളൂ. ഈ സമീപകാലത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പില്ലാതെ എപ്പോഴാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്? എല്ലാ സ്ഥലങ്ങളിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം. എന്നാ പേരാവൂര് പ്രവർത്തക സമിതിയിലേക്ക് മത്സരമാണ്. പേരാവൂര് ഒരു പ്രബുദ്ധരാണ്. ഇപ്പൊ ഏതെങ്കിലും ചെറിയ കുട്ടികൾക്ക് അറിയാമല്ലേ, ഞാനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു തെരഞ്ഞെടുപ്പിലൂടെ കഴിഞ്ഞു. 2 തെരഞ്ഞെടുപ്പിൽ പ്രവർത്തക സമിതിയിലേക്ക് ആളെ വോട്ട് ചെയ്താൽ വിജയിപ്പിച്ചത്. അപ്പം പ്രസിഡന്റിനെ പിന്തുണയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ ആള് ഇപ്പുറത്ത്. അങ്ങനെ 2 വർഷം കൂടി ഉണ്ടായില്ലേ, 4 വർഷം ഉണ്ടായില്ലേ? അതാണല്ലോ തെരഞ്ഞെടുപ്പ്. വ്യാപാര വ്യവസായ ഏകോപന സമിതി പോലെ ഇത്ര ജനാധിപത്യപരമായ രീതിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്ന വേറെ ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞിട്ട്, രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, മതസംഘടന ആയിക്കോട്ടെ, ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കാൻ പറയുന്നതല്ല. അതിനകത്ത് നേതൃത്വത്തിന്റെ ഒരു ഇടപെട്ട് തെരഞ്ഞെടുപ്പായിട്ട് വരുന്നതാണ്. ആ തെരഞ്ഞെടുപ്പിൽ എപ്പോഴെങ്കിലും ഞാൻ ഒരാളെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ യോഗം വിളിക്കുന്നതിനപ്പുറത്തും കുറെ ദിവസങ്ങളായി 2 പക്ഷമായി തിരിഞ്ഞിട്ടുള്ള പ്രചരണങ്ങളുണ്ടല്ലോ. ഏതെങ്കിലും ഒരാളെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അത്ര മര്യാദ, അത്ര ജനാധിപത്യപരമായ രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങൾ. ഇല്ലെങ്കിൽ വിവാദമൊന്നുമില്ല. ഈ വായിച്ച റിപ്പോർട്ടുകൾക്കും ഒക്കെ നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുക. ഒരു ഓഡിറ്റും വേണ്ടല്ലോ. ഇതിനെ ഓഡിറ്റ് ഇതെല്ലാം അംഗീകരിച്ചാൽ തെരഞ്ഞെടുപ്പ് തന്നെ പ്രഖ്യാപിക്കുമല്ലോ. അത് പ്രഖ്യാപിക്കാത്ത എന്താ? എക്സിക്യൂട്ടീവ് വിയോജിക്കും. ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പാസ്സാക്കിയല്ലോ. ഒരാളായിട്ട് വിയോജിക്കും. ആ ഒരാൾ പറഞ്ഞതിൽ കാതലായ കാര്യമുണ്ട് എന്ന് ബോധ്യം. ആ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സംശയത്തിന്റെ നിഴലിൽ കടന്നു പോകാൻ വേണ്ടി പാടില്ല. സംശയം തീർക്കണം. ഒരു പക്ഷേ ഈ ഓഡിറ്റ് റിപ്പോർട്ട് ശനിയാഴ്ച കിട്ടിയിരുന്നെങ്കിൽ ഈ യോഗം ക്യാൻസൽ ചെയ്യുമായിരുന്നു. വ്യാഴാഴ്ച എന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഓഡിറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുള്ള യോഗം മാറ്റി കൊടുക്കും പറഞ്ഞില്ലായിരുന്നു. ശനിയാഴ്ച വിളിച്ചു വീണ്ടും റിപ്പോർട്ട് കിട്ടിയോ? ശനിയാഴ്ച കണക്ക് കിട്ടുന്ന പറഞ്ഞ് 4 മണിക്ക് യോഗം വിളിച്ചിട്ടുണ്ട്. ശരി, 4 മണിക്ക് കണക്ക് കിട്ടി. കണക്ക് വായിച്ചപ്പം മെമ്പർമാർ പറഞ്ഞു ഓഡിറ്റ് റിപ്പോർട്ട് എവിടെ? ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടി. അപ്പോൾ ഓഡിറ്ററെ വിളിച്ചു. ഓഡിറ്റർ പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ തരാം. തിങ്കളാഴ്ച രാവിലെ യോഗം വിളിച്ചു. യോഗം വിളിച്ചപ്പോഴത്തേക്ക് ഓഡിറ്റ് റിപ്പോർട്ട് വന്നു. ഓഡിറ്റ് റിപ്പോർട്ടിൽ കുറച്ച് അപാകതയുണ്ട്. അപാകത പരിഹരിക്കാനുള്ള സമയമില്ല. ഉച്ചയ്ക്ക് കടയടച്ച് യോഗവും വിളിച്ചു. അപ്പൊ പിന്നെ എങ്ങനെ ചർച്ച ചെയ്യുന്നത്? എക്സിക്യൂട്ടീവ് തർക്കം വന്നാൽ ജനറൽ ബോഡിയിൽ വന്നാൽ ഭൂരിപക്ഷം ഉണ്ടാകട്ടെ, ഭൂരിപക്ഷം ഇല്ലാതിരിക്കട്ടെ. 2 പക്ഷമല്ലേ? ആ 2 പക്ഷം വേണ്ടല്ലോ.
ഭൂരിപക്ഷ പ്രകാരം കണക്ക് പാസ്സാക്കാൻ പറ്റുന്ന കുറച്ചാൾ കണക്ക് കൈയടിച്ച പാസ്സാക്കി പോകാനാണ് ഇതിന്റെ നടപടി അല്ല. ശരിയായ വിധത്തിൽ, ശരിയായ മാർഗത്തിൽ, ശരിയായ രൂപത്തിൽ ഭരണഘടനയ്ക്ക് അനുസരിച്ച് കാര്യങ്ങൾ നടക്കും. അത് നടക്കാതെ മുന്നോട്ടേക്ക് പോകുന്നത് ഉചിതമല്ല എന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞത്. ഇല്ലേ റിപ്പോർട്ട് വായിച്ചപ്പോൾ കൈയടിച്ച പോലെ കൈയടിക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. ഈ അധ്യക്ഷ വേദിയിൽ ഇരുന്ന ആള് അപ്പുറത്തേക്ക് പോയി. നിങ്ങൾ കണ്ടില്ലേ? അപ്പുറത്തിരുന്ന് ചോദ്യം ചോദിക്കുക. ശരി, അതാ ഭരണഘടന. അപ്പൊ എന്തായാലും ചെറിയ പക്ഷമാണെങ്കിൽ ആ പക്ഷം പറയുന്നതിൽ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. തിരുത്തണം എന്നല്ല പറഞ്ഞത്, അത് കൃത്യമായി വ്യക്തത വരുത്തി നേതൃത്വത്തിന് അണികളുടെ അടുത്ത് വിവരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള അവസരം വേണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനകത്ത് സമയം പോകുന്നതിനെ കുറിച്ച് പശ്ചാത്തലിച്ചിട്ട് കാര്യമില്ല. സമയം വരാൻ നല്ല ബുദ്ധിമുട്ടുള്ള ആളുകൾ വരണ്ട, സംഘടന സ്നേഹിക്കുന്നവർ വന്നാൽ മതി, അത്ര പോലെ. സംഘടനയെ സ്നേഹിക്കുന്നവർ വരിക, കാര്യങ്ങൾ പഠിക്കേണ്ടവർ വരിക, മനസ്സിലാക്കേണ്ടവർ വരിക, സംഘടന നയിക്കേണ്ടവർ വരിക, അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഇപ്പം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പം 45%, 55% പോളിംഗ് ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഏതാണ്ട് 90% പോളിംഗ്. അപ്പം ഞാൻ എന്താണെന്നല്ല പറഞ്ഞത്, വരണം, അതാണ് ശക്തി. അതുകൊണ്ട് നേതൃത്വത്തെ അടച്ചാക്ഷേപിക്കരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നത്. തെറ്റുകൾ സംസ്ഥാന പ്രസിഡന്റ് വന്നാലും ജില്ലാ പ്രസിഡന്റ് വന്നാലും യൂണിറ്റ് പ്രസിഡന്റ് വന്നാലും ചോദിച്ചോളൂ. ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചോ സംസ്ഥാന കമ്മിറ്റിയെ സംബന്ധിച്ചോ എന്തെങ്കിലും സംശയം ചോദിച്ചോളൂ. മറുപടി അപ്പോൾ ഉരുളക്കുപ്പേരി പോലെ കിട്ടും. ഇക്കാര്യത്തിലൊന്നും യാതൊരു സംശയമാർക്കും വേണ്ട. എന്നാൽ യൂണിറ്റ് കമ്മിറ്റിക്ക് എങ്ങനെ പറയാൻ ഒരു മടി, പഠനം പോലെ പഠിക്കണം പറഞ്ഞതിൻ്റെ കാര്യത്തിൽ. അപ്പം അതുകൊണ്ട് പഠിക്കട്ടെ. ഈ യൂണിറ്റിന്റെ പ്രവർത്തനം കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തനം നല്ലതാണോ മോശമാണോ എന്ന കാര്യം അണികൾ വിലയിരുത്തട്ടെ. അണികൾ വിലയിരുത്തട്ടെ. അല്ല, അപ്പോ ഇതല്ലേ നല്ലത്? ജനറൽ ബോഡിയുടെ അഭിപ്രായം ഈ കണക്ക് പാസാക്കി കണക്ക് അംഗീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ നടപടിയിലേക്ക് പോകണോ, അതെയോ കൃത്യമായി ഇതുവരെ ഇവിടെ ഇല്ലാത്ത കണക്കിന്റെ സുതാര്യതയും കണക്കിന്റെ വ്യക്തതയും വരുത്തി വിദഗ്ധരായിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് ഈ കഴിഞ്ഞ 2 വർഷത്തെ കണക്ക് ഓഡിറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ പ്രിന്റ് ചെയ്ത് തന്ന് നിങ്ങളുടെ എല്ലാ സംശയവും തീർത്ത് തെരഞ്ഞെടുപ്പ് നടത്തണം. ഇത്രേ കാര്യമുള്ളൂ. തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണെങ്കിൽ കണക്ക് പാസ്സാക്കണം. കണക്ക് പാസ്സാക്കാതെ തെരഞ്ഞെടുപ്പില്ല. അതിവിടെ ആദ്യം പറയുന്ന കാര്യമല്ല. ഇപ്പൊ ഉളിക്കല്ലിൽ നിന്നാണ് വരുന്നത്. ഉളിക്കല്ലിൽ ചെയ്ത കാര്യമാണ്. പിന്നെ പേരാവരായിട്ട് പറയുന്നതല്ല പറഞ്ഞതിന്റെ അർത്ഥം. കണക്ക് പാസ്സാക്കാതെ ഏകോപന സമിതിയുടെ ഭരണഘടനയിൽ എവിടെയും തെരഞ്ഞെടുപ്പില്ല. അതിനകത്ത് വിട്ടുവീഴ്ചയില്ല. നിങ്ങൾ കണക്കാക്കിയത് പാസ്സാക്കിക്കോ, എല്ലാം റെഡിയാന്ന് പറഞ്ഞു. കണക്കിനെ പറ്റി പിന്നെ ചർച്ച വേണ്ടല്ലോ, പിന്നെ ഓഡിറ്റും വേണ്ടല്ലോ. അടുത്ത പോലെ ഓഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്താൽ മതി. ഓഡിറ്റ് ചെയ്ത് കിട്ടുന്നതല്ലേ പരിശുദ്ധി, പരിപാലനകളല്ലേ അല്ലേ? ഏകോപന സമിതിയിലെ 2024 വർഷത്തെ ജനറൽ അധ്യക്ഷൻ, അതുപോലെ തന്നെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള ബഹുമാന്യ ശ്രീ ദേവസ്വം ചേരി, ഈ സംഘടനയുടെ ജനറൽ ബോഡി യോഗത്തിന് മുമ്പായി ഏതാനും നാളുകളായി നമ്മുടെ പേരാവൂരിൽ വ്യാപാര വ്യവസായ ഏകോപന സമിതിയിലെ അംഗങ്ങൾ തമ്മിൽ വലിയ രീതിയിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളതായി എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് കണക്കിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ നേതൃത്വത്തിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലൊക്കെയുള്ള സംസാരങ്ങൾ, അത് അനുകൂലമായിട്ടുള്ള സംസാരവും പ്രതികൂലമായിട്ടുള്ള സംസാരവും ഒക്കെ കേൾക്കാനിടയായിട്ടുണ്ട്. കണക്കിന്റെ കാര്യത്തിൽ വലിയ തുകയുടെ ഏതാണ്ട് 10-20 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. അത് പിന്നെ ചില ആളുകളുടെ കയ്യിലേക്ക് പോയ പൈസയാണ്. ബഹുമാന്യ പ്രസിഡന്റ് ആ പൈസ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് വലിയ പൈസ പോയിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു കണക്കിന്റെ കാര്യം ഇവിടെ വായിച്ച സമയത്ത് കേൾക്കുന്ന ആൾക്ക് വളരെ ഒരു നല്ല രീതിയിലുള്ള കണക്കായിട്ടാണ് തോന്നിയത്.
നല്ല ഓഡിറ്റ് ചെയ്യേണ്ട ഒരു റിപ്പോർട്ടല്ല ഇതിനകത്ത്. സാധാരണ ഒരു ചെറിയ രീതിയിലൊക്കെ കണക്കെഴുതെന്ന് പറയുന്ന നിസ്സാരമായ ചില കാര്യങ്ങളാണ് അദ്ദേഹം അവ്യക്തമായ രീതിയിൽ രേഖപ്പെടുത്തിയായിട്ട് പറയുന്നത്. അപ്പോൾ നല്ലൊരു ഓഡിറ്റർ ഇത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സംശയത്തിന്റെ നിലയിലാണ് എല്ലാ ആളുകളും ഉള്ളത്. അപ്പൊ ആ സംശയം ദൂരീകരിക്കാന്നുള്ളത് ഇരു ഭാഗത്തിന് ആവശ്യമാണ്. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നുന്നത്, ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭരണസമിതി എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മ ഉണ്ടാവേണ്ടതാണ്. ഈ കൂട്ടായ്മയില്ലെങ്കിൽ ആ കൂട്ടായ്മ ഒരു ഐക്യരൂപം ഈ ഉണ്ടാക്കണം. ജനറൽ ബോഡി വിളിക്കുന്നതിന് മുമ്പേ ഒരു ഐക്യരൂപം ഇവര് തമ്മിൽ ഉണ്ടാവണം. ഇവിടെ വന്നപ്പോൾ എക്സിക്യൂട്ടീവിൽപ്പെട്ട ആളുകൾ തന്നെ പ്രതിപക്ഷത്തെ പോലെ പെരുമാറി ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കണ്ടു. അപ്പൊ ഇത് എന്തായാലും ഈ പഴയ ഭരണസമിതി തന്നെയാണ് കണക്ക് പറയേണ്ടത്. ആ ഭരണസമിതിയെ കൊണ്ട് കൃത്യമായിട്ട് കണക്ക് പറയിപ്പിക്കണം. ആ കണക്ക് കൃത്യമാണെങ്കിൽ അത് കൃത്യമായ നമ്മുടെ ബഹുമാന്യായിട്ടുള്ള ജില്ലാധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഒരു കൃത്യമായിട്ടൊരു ഓഡിറ്റ് വരണം. അത് ചാർട്ടേഡ് അക്കൗണ്ട് തന്നെ നടത്തിയ ഓഡിറ്റ് എല്ലാവർക്കും അത് കൃത്യമായി ബോധ്യപ്പെടും. അപ്പൊ ഒരു പരാതിയില്ലാത്ത രീതിയിൽ കണക്ക് അവതരിപ്പിക്കണം. അതിനിടയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ നടത്താന്ന് പറയുന്നത് അത് വലിയൊരു ഒരു വല്ലാത്ത അകലാപ്പിലേക്ക് പോകും. കാരണം പഴയ ഭരണസമിതിക്ക് പിന്നെ വലിയ ചുമതലയൊന്നും ഉണ്ടാവില്ല, ഈ കണക്ക് പറയാനും ഒന്നുള്ള ഉത്തരവാദിത്വം ഉണ്ടാവില്ല. അപ്പോൾ പഴയ ഭരണസമിതിയെ കൊണ്ട് കൃത്യമായ കണക്ക് പറയുകയും ഓഡിറ്റ് റിപ്പോർട്ട് അടക്കം വന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം തെരഞ്ഞെടുപ്പേണ്ട. അതിന് 3 മാസം അവധി കൊടുക്കണമെന്ന് പറയുന്നത് ശരിയല്ല. ഏതായാലും ഏതാണ്ട് നോക്കിയ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് കണക്ക് നോക്കാൻ ഒരുപാട് ദിവസങ്ങളൊന്നും ആവശ്യമില്ല. അതായത് അവർക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും. കാരണം നമ്മളെല്ലാം എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ വേറെ ഒരു കാര്യം പറയുന്നത്, ഇത്രയും വർഷം പഴക്കമുള്ള ഒരു സംഘടനയിൽ ഒരു ഡാബുക്ക് സൂക്ഷിക്കുന്ന സംവിധാനമില്ല, ഒരു നെറ്റർ സൂക്ഷിക്കുന്ന സംവിധാനമില്ല എന്ന് പറയുന്നത് വ്യാപാരി സുഹൃത്തുക്കളാണ്. അവരുടെയൊക്കെ അലമാരകളിൽ ഡാബുക്കും നെറ്ററും ഒക്കെ ഉണ്ടാവും. പിന്നെ ഇവര് കൂട്ടായ്മയിലുള്ള ഒരു സംഘടനയ്ക്ക് ഇല്ലാത്ത സമയത്ത് ഒരു എക്സിക്യൂട്ടീവ് അംഗം പോലും അത് ഇതുവരെ ചോദ്യം ചെയ്തില്ല എന്ന് പറയുമ്പോൾ നാണക്കേട് തോന്നുകയാണ്. ഞാൻ സാധാരണ ഒരു മെമ്പറാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് കൃത്യമായ കണക്ക് തെരഞ്ഞെടുപ്പ് നടത്തി അതിനുശേഷം പുതിയ ഭരണസമിതി വരിക എന്നുള്ളത്. അപ്പോൾ നമുക്കത് ക്ലോസ് ചെയ്യാം. ഇവിടെ എന്തൊക്കെയാണ് കുറവുകളുള്ളത്, എന്തൊക്കെയാണ് ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് ഒന്നേന്ന് എഴുതി തുടങ്ങണം. അതിൻ്റെതായ ഒരു ക്ലാസ് വേണം, ഒരു സമയം വേണം എന്നതാണ് ഞാൻ പറഞ്ഞത്. ഈ ഓഡിറ്റ് ചെയ്തു എന്ന് പറയുന്ന ആള് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അദ്ദേഹത്തിന് പിന്നെ ഇവിടെ കേരളത്തും പിന്നെ പയ്യാവൂരും ഇരിക്കൂറും ഒക്കെ ബ്രാഞ്ചുകളുടെ ആളാണ്. എൻ്റെ കണക്കുകൾ 2-3 കണക്കുകൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. കണക്കെല്ലാം മിടുക്കനുണ്ട്. പക്ഷെ കണക്ക് ഓഡിറ്റ് ചെയ്യാനുള്ള അതിൻ്റെ സാങ്കേതിക പരിജ്ഞാനമില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. നല്ല മിടുക്കനായ പയ്യനാണ് കേട്ടോ. ഞാൻ ഇവിടെയൊക്കെ പ്രശ്നം ഉണ്ടായപ്പോഴും അവനാണ് കണക്ക് ശരിയാക്കി തന്നത്. ഇപ്പോഴും എൻ്റെ കണക്ക് ശരിയാക്കുന്ന ആളുമാണ്. ഞാൻ അദ്ദേഹത്തെ മോശമാറ്റി പറഞ്ഞു നിർത്തിയത്. ഓഡിറ്റ് ചെയ്ത് അതിന് റിപ്പോർട്ട് തരാൻ മാത്രമുള്ള പരിജ്ഞാനം അദ്ദേഹത്തിന് ഇല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞതിന് അർത്ഥം. സാധാരണ നിങ്ങൾ ഞാൻ ചെയ്യുന്ന പോലെ ഒരു കമൻറ്റ് എഴുതാനേ പറ്റുള്ളൂ. അദ്ദേഹം എഴുതിയ കാര്യങ്ങൾ കറക്റ്റാകണം എന്നുമില്ല. കാരണം പരിജ്ഞാനമില്ലാത്ത ഒരാൾക്ക് വക്കീലിനെ വാദിക്കാൻ കഴിയും, മജിസ്ട്രേറ്റിന് വാദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മജിസ്ട്രേറ്റിനെക്കാട്ടിൽ കുറഞ്ഞ വലിയ ആളായി പോയി വക്കീലെന്ന് അർത്ഥമുണ്ടോ? ഉണ്ടോ? വക്കീലിനെ കോടതി വാദിക്കാൻ പറ്റുള്ളൂ അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? ഡോക്ടർമാരെക്കാൾ മിടുക്കന്മാരായ നേഴ്സുമാരുണ്ട്. നല്ല നേഴ്സാണെങ്കിൽ രോഗം മനസ്സിലായാലും പറയൂ, ഡോക്ടറെ ഇന്ന ഡോക്ടറെ കണ്ടു, സകലം കുഴപ്പമുണ്ടെന്നേ പറയൂ. ഇല്ല, നേഴ്സ് പണിയെടുക്കണം, ഡോക്ടർ ഞാൻ പറഞ്ഞതിന് അർത്ഥം അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവർക്കും ഒറ്റ മനസ്സിലായിരിക്കണം, ഇത് പുറത്തല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്. സംഘടനാപരമായി നിങ്ങൾ മനസ്സിലാക്കണം. ഈ യൂണിറ്റിൽ ഇത്തരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ജില്ലാ കമ്മിറ്റിയെ സമീപിച്ചോ? ജില്ലാ കമ്മിറ്റി ഇടപെടണമെന്ന് പറഞ്ഞു. മെയ് 31 മുമ്പ് നടക്കേണ്ട തെരഞ്ഞെടുപ്പായിരുന്നു. ഇപ്പം ജില്ലയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളെ പ്രസിഡന്റായി വോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല. വെറുതെ വരാനേ പറ്റൂ. അപ്പൊ അത് മെയ് 31 നടക്കേണ്ടതായിരുന്നു. നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്. കുറച്ച് കാലമായിട്ട് 14 ലക്ഷം പോയെന്നും 18 ലക്ഷം പോയെന്നും അത് 19 ലക്ഷം ആണെന്നും അത് കമ്മിറ്റിയിൽ തന്നെ ആളുകളെ ഓഡിറ്റിംഗിൽ വെച്ചെന്നും ആ ഓഡിറ്റർമാർ യോജിച്ചപ്പോൾ രേഖ കൊടുക്കുന്നില്ല എന്നും ഇത്തരത്തിലുള്ള പരാതികളൊക്കെ എൻ്റെ അടുത്ത് വന്നിരുന്നു.
ഞാനപ്പം തന്നെ ഇവിടെ വരികയും അതിന് റിപ്പോർട്ടുകളും പേപ്പറുകളും എല്ലാം കൊടുക്കണം എന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഓഡിറ്റ് ചെയ്ത ആളുകളും ചില കംപ്ലൈൻറ്റ് എന്നോട് പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടപെട്ടു. നേതൃത്വത്തോട് വന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറഞ്ഞു. അവിടുന്ന് പിന്നെ വഴുതി മാറി വേറെ ആളുകളത്തേക്ക് പോവുകയത് അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമല്ല. അത് കഴിഞ്ഞ് ഞാൻ അറിയുകയും ചെയ്തിട്ടുണ്ട്. ആളുകൾക്ക് വിശ്വാസയോഗ്യമായി തെറ്റ് ചെയ്തിട്ടുണ്ട് ശിക്ഷിക്കപ്പെടണമെന്നില്ല. ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞ കാര്യം ശരിയാ. ചന്ദ്രേട്ടന് പൈസ ഉണ്ടെങ്കിൽ അത് ചന്ദ്രേട്ടൻ്റെ കയ്യിൽ വെച്ചാൽ മതിയല്ലോ. വെറുതെ തന്ന കാര്യമില്ലല്ലോ. ഇല്ല സംഭാവനയായിട്ടാണോ തന്നത് എന്നത് പറഞ്ഞാൽ മതിയല്ലോ. അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കട്ടെ. ഇനി അത് എടുത്തോണ്ട് പോയി പറഞ്ഞ ആളെ സഹായിച്ചതാണോ അവിടെ വെക്കാം, സംസാരിക്കാം. ഏതായാലും ഏകോപന സമിതിക്ക് ഒരു വ്യക്തിയുടെ പൈസ ആളെ വേദനിപ്പിച്ച ആളുടെ പൈസ ഒന്നും മേടിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് തോന്നിയില്ല. നമുക്ക് ചർച്ച ചെയ്യാം, ആലോചിക്കാം, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് സന്തോഷത്തിൽ ഒരു 2 മാസം പോയാൽ ഒന്നും സംഭവിക്കും. സംഘടനാപരമായിട്ടുള്ള ഒരു വീഴ്ചയും ഇല്ല. മാക്സിമം 3 മാസത്തേക്ക് നിലവിലുള്ള കമ്മിറ്റി അതേപോലെ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല, അതേപോലെ തുടരാൻ തീരുമാനം. മാക്സിമം 3 മാസം. അതിനിപ്പുറത്ത് 1 മാസം കൊണ്ടാവുകയാണെങ്കിൽ 1 മാസം കൊണ്ട് നമുക്ക് ചെയ്യാം. ഒരു 3 മാസം കഴിഞ്ഞാൽ നമുക്ക് വളരെ ആഘോഷത്തോടുകൂടി നമുക്ക് പ്രത്യേക ചിലവ് എല്ലാവർക്കും ബുദ്ധിമുട്ടില്ല. ഇനി കമ്മിറ്റി ജനറൽ ബോഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഭരണഘടനയിൽ 4 മാസത്തിലൊരിക്കൽ ജനറൽ ബോഡി യോഗം ചേരണം. ആരും ചേരാറില്ല എന്ന് മാത്രമേ. അപ്പൊ അതുകൊണ്ട് ആ ഒരു വിഷമം വരും. ആ ഒരു വിഷമം നല്ലത് ഒന്ന് എഴുതി തുറന്നു നമുക്ക് ആ ഒറ്റ തീരുമാനത്തിലേക്ക് എത്താം. 3 മാസം ഈ ഭരണസമിതി തുടരാനുള്ള അനുമതി കൊടുക്കണം. 3 മാസത്തിനകം ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്ത് മെമ്പർമാരുടെ കയ്യിൽ ഈ വായിച്ചു കേട്ടാൽ നിങ്ങൾക്കും എനിക്കും മനസ്സിലാകില്ല. മെമ്പർമാരുടെ കയ്യിൽ പ്രിന്റ് ചെയ്ത് തരണം. അത് ഈ ജനറൽ ബോഡിയുടെ നോട്ടീസ് കൊടുക്കുമ്പോൾ തന്നെ കൊടുക്കാൻ പറ്റും. നോട്ടീസ് തരുമ്പോൾ തന്നെ തരണം. നിങ്ങൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ന്യൂനതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതടക്കം ചർച്ച ചെയ്യാനുള്ള രീതി. ഓഡിറ്റ് റിപ്പോർട്ട് ഇംഗ്ലീഷിലേ വരുള്ളൂ, മലയാളിയെ ചോദിക്കും, ആളുകൾക്ക് മനസ്സിലാകും. അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൂടെ? അങ്ങനെ തീരുമാനമെടുക്കാമെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കൈയടിച്ചതാണ് അംഗീകരിക്കും. ചില ആളുകൾ അടിച്ചിട്ടില്ല. ആയിക്കോട്ടെ, ഏതായാലും അത് ഈ യോഗത്തിന്റെ തീരുമാനമായിട്ട് മീൻസ് ചെയ്യുക. 3 മാസം. പിന്നെ എന്നോട് പ്രസിഡന്റ് 2-3 കാര്യങ്ങൾ സംസാരിക്കാനാണ് പറഞ്ഞത്. ഭക്ഷണത്തേക്ക് എത്തിയ ഭക്ഷണമില്ലേ എത്തിയ ഒരു കാര്യം ഒന്നാമത് ചോദിച്ചത് 20,000 മെമ്പർമാരുണ്ട്, 100 രൂപ വെച്ച് മേടിക്കുന്നു. അതെന്തിനാണെന്നല്ലേ ചോദിച്ചത് ചന്ദ്രേട്ടാ? കേട്ടില്ലേ? അതല്ലേ ചോദ്യം. 20,000 മെമ്പർമാർ ചേർന്ന കാര്യം ശരിയാണ്. പേരാവൂർ എത്ര പേരെ ചേർന്ന്? 292. എത്ര പേര് 5,400 രൂപ അടച്ചു പോകും? 5,400 രൂപ അടച്ചാണെന്ന് കൈ കൊട്ടാവും. പൈസ പിരിച്ചാൽ അന്നേരം അവിടെ അടക്കണേ. അല്ല, പൈസ അവിടെ വന്നില്ല, തെറ്റില്ല. 4,900 എത്രയാണ് അടച്ചു കൊടുക്കും? അതെ, ഞാൻ ഇടയ്ക്ക് കണക്ക് നോക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നത്, ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല. ഞാൻ എല്ലാ ചോദ്യത്തിനെയും കണക്ക് പരിശോധിച്ചപ്പോൾ ചെറുപുഴ പോയപ്പം 100 ആലക്കോട് പോയപ്പം 100 ശ്രീകണ്ഠപുരം പോയപ്പോൾ 2 യൂണിറ്റ് ഒഴിച്ച് 100 ഇരിട്ടി വന്നപ്പം 3 യൂണിറ്റ് ഒഴിച്ച് 100 പേരാവൂർ മേഖല വന്നപ്പോൾ 100 പറയാൻ സാധ്യതകളൊന്നുമില്ല. അതിന് ഏറ്റവും പിന്നിലെ പേരാവൂർ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയത് കഷ്ടമായി പോയല്ലോ എന്ന് ഞാൻ എന്നെ. കേരളത്തിൽ പോയപ്പം കേരളം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലവും 100. ബാംഗ്ലൂർ പോയപ്പം എല്ലാ സ്ഥലവും 100. തലശ്ശേരി 100, പൂത്തോട് 100. പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ചില സ്ഥലത്ത് കുറച്ച് കുറവൊന്നും, പട്ടണത്തിൽ കുറച്ച് കുറവൊന്നും. ആ പട്ടണവാസികളും വിദ്യാഭ്യാസം ഉള്ള സ്ഥലം പേരാവൂര് അതിന്റെ ഭാഗമായിട്ട് വന്നു. ഞാൻ 2 പേടിപ്പിച്ചപ്പോൾ എന്നെ കൊണ്ട് കുറച്ച് പൈസ അടച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചുരുക്കം 20,000 പേര് ചേർന്നെങ്കിലും
3000-ൽ പരം ആളുകൾ 2000 രൂപ അടച്ചാൽ അപ്പം 10 ലക്ഷം രൂപ കിട്ടുമെന്ന് വിചാരിച്ചു. പിന്നെ അവർ പൈസ അടച്ചിട്ടില്ല. 20 ചാർജെങ്കിൽ ഇപ്പോൾ പദ്ധതി 17 രൂപ. അതിൽ കൃത്യമായി പൈസ അടയ്ക്കുന്നതിന് വന്നും പോയി നിൽക്കും. ഒരു 10-12,000 ആളെ അടയ്ക്കുന്നു. അത് നമ്മൾ 100% ആക്കേണ്ട പ്രവർത്തനമായിട്ട് മുന്നോട്ടേക്ക് പോകും. അതാണ് കൂലി. അപ്പൊ ഇപ്പൊ 54 ആളുടെ പൈസയെ മേടിച്ചോളൂ. ചന്ദ്രേട്ടൻ 99 ആൾക്ക് പണം കൊടുത്തെന്ന് പറഞ്ഞല്ലോ. 93 ആളുടെ പൈസ മാറിക്കഴിഞ്ഞു. ബാക്കിയുള്ളവരുടെ പൈസ ബാങ്കിൽ മാറാനുണ്ട്. അവർക്ക് മാറേണ്ട പൈസ ബാങ്കിലുണ്ട്. അപ്പോൾ കണക്ക് മനസ്സിലായല്ലോ. മരിച്ച ആനുകൂല്യം കൊടുത്ത എല്ലാവർക്കും വേണ്ടി 100 രൂപ നിങ്ങളോട് മേടിച്ചിട്ടില്ല. അത് ഒന്നാമത് മനസ്സിലായി. രണ്ടാമത്, ഇവിടെ നിങ്ങളുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, നിങ്ങളൊരു അനുശോചനം രേഖപ്പെടുത്തിയല്ലോ. ഞാൻ ഈ വഴിയിലൂടെ കടന്നുപോയപ്പോൾ ഇവിടെ പ്രസിഡന്റും ഭാരവാഹികളും പറഞ്ഞു സജീവ പ്രവർത്തകനാണ്, ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഒന്ന് പോണം, കാണണം, വകുപ്പില്ലാന്നറിയാം, സഹായിക്കുന്നു. ഞാൻ പോയി കണ്ടപ്പോൾ എനിക്ക് വളരെ പരിചയമാണ്. ഞാൻ പറഞ്ഞു സഹായിക്കും. അപ്പോഴേ 1 ലക്ഷം രൂപ എടുത്തു കൊടുത്തു. ആശ്രയ പദ്ധതി അപ്പോൾ ഞാൻ ഒന്ന് കൊടുത്തത് മരിക്കുന്നതിന് പുറത്ത്. അത് കഴിഞ്ഞാലും മരണപ്പെട്ടു. മരിച്ചതിന് പിറ്റേ ദിവസം ഞാൻ കുട്ടി ഇവിടെ പ്രസിഡന്റ് എന്ന സ്ഥലത്തില്ല. ബഷീർക്ക കമ്പനിയും കൂടെയുണ്ട്. ഞാൻ ബഷീർക്കയോട് പറഞ്ഞു, ബഷീർക്ക അവരോട് ചോദിച്ചപ്പോൾ ബുദ്ധിമുട്ടാണ്. ബഷീർക്ക എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം, പ്രസിഡന്റായിട്ടൊന്ന് ആലോചിച്ചിട്ട് വിളിക്കണം. വിളിച്ചാൽ അടിയന്തര സഹായമായി കൊടുക്കാം. പറഞ്ഞില്ലേ, 4 ലക്ഷം രൂപ മേടിച്ചില്ലേ? അപേക്ഷ അവിടെ കിട്ടുന്നതിന് പുറത്ത് തോന്നില്ലേ? 4-5 ലക്ഷം കൊടുത്തു. ഈ ബാക്കി നിങ്ങൾ കൊടുക്കാണ്ട് അതൊക്കെ. അപ്പൊ അങ്ങനെ അഡ്വാൻസ് നിങ്ങളുടെ പ്രസിഡന്റ് ശല്യക്കാരൻ ഈ മര്യാദയൊന്നും കണ്ണൂർ വന്നാൽ കാണുന്നില്ല. അദ്ദേഹം പറഞ്ഞു പിരിവ് ഭയങ്കര വിഷമമാണ്. ഒരാളെ അതിനുവേണ്ടി വെച്ചിരിക്കുക. ആദ്യം നമ്മൾ ചോദിക്കുക, നാടൻ ഭാഷ ചോദിക്കുന്നു, എത്ര വയസ്സായി, എന്തായിരുന്നു സുഖം, എപ്പോഴാണ് മരിച്ചത്, എവിടുന്നാണ് മരിച്ചത്, എപ്പോഴാണ് ആശുപത്രിയിൽ പോയത്, ഇതാദ്യമായിട്ടാണ് ആശുപത്രിയിൽ പോകുന്നത്. ഇങ്ങനെ കുറേ ചോദ്യം ചോദിക്കുമ്പോൾ വളരെ കറക്റ്റായിട്ട് അവർ പറയും, 6 കൊല്ലമായി, കിഡ്നി സംബന്ധമായ പ്രോബ്ലമാണ്, ഇന്ന സ്ഥലത്താണ് ചികിത്സിച്ചത്, മതിയല്ലോ കിട്ടൂ. അങ്ങനെ 10 അപേക്ഷ മാറ്റി വെച്ചു. ഞങ്ങൾ ചെറുവാഞ്ചേരിയിലുള്ള ഒരു അപേക്ഷ പാസ്സാക്കിയ 100 രൂപ പിരിക്കാൻ വാട്സപ്പിൽ. അപ്പൊ ആ മേഖലയിൽ തന്നെ വന്നു, ഇയാൾ രോഗിയായിരുന്നു, ഇയാൾക്ക് ഞാൻ നിങ്ങൾ പാസ്സാക്കിയത് ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തകൻ തന്നെ ആ മേഖലയിൽ. ഞാനും സുധാകരൻ പിറ്റേ ദിവസം തന്നെ ഞാൻ ജൂണിൽ പോയി ബന്ധപ്പെട്ടവരെ വിളിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഇല്ല, രോഗമൊന്നും ഉണ്ടായില്ല, ഇന്ന സമയത്താണ് തോന്നുന്നത്. അവിടെ കമ്മിറ്റി വെച്ചു. ആസ്പത്രികളിൽ പോയി അന്വേഷിച്ചപ്പോൾ വീട്ടുകാർ പറഞ്ഞത് ശരിയാണ്, 10 ലക്ഷം രൂപ. അല്ലാതെ ഇതുവരെ പരിഗണിക്കാത്ത 10ഓളം അപേക്ഷകളുണ്ട്. വലിയ രൂപത്തിൽ പോലീസ് കേസ് കൊടുത്തവരുണ്ട്, കോടതിയിൽ വക്കീലിനെ നോട്ടീസ് അയച്ചവരുണ്ട്. ഇന്നലെ ഈ രാജ്യം ഭരിക്കുന്ന ഏറ്റവും വലിയ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റും ഒരാവശ്യമായിട്ട് എന്നെ വിളിക്കുകയാണ്, 10 ലക്ഷം കൊടുക്കാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും കിട്ടില്ല. നമ്മളെ വഞ്ചിച്ച്, ഈ പദ്ധതിയെ വഞ്ചിച്ച്, ഇതിനെ പരാജയപ്പെടുത്തത്തക്ക വിധത്തിൽ ഗുരുതരമായ മാരകമായ രോഗമുള്ളവർ ഈ പദ്ധതി രോഗം മറച്ചു വെച്ച് ചേർന്നാലും കൊടുക്കാത്ത 10 കേസുകൾ ജില്ലയ്ക്കകത്തുണ്ട് എന്ന് സൂചിപ്പിക്കാൻ കൂടി ഞാൻ ഈ സമൂഹം നിയമിക്കും. നിങ്ങളുടെ ചോദ്യത്തിനപ്പുറത്തുള്ള മറുപടി ഞാൻ തന്നു കഴിഞ്ഞു. ഈ ആശ്രയ പദ്ധതി സംബന്ധിച്ചോ ജില്ലാ കമ്മിറ്റിയുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം ചോദിക്കാം. ജില്ലാ കമ്മിറ്റിയിൽ ആനുകൂല്യം കൊടുക്കുന്നതിന് വിവേചനം കാണിക്കാറില്ല. ക്ഷേമ പദ്ധതി എത്രയാണുള്ളത്?
196. അസുഖം വന്നാൽ ചികിത്സയ്ക്ക് വിധേയമായാൽ ചികിത്സയുടെ റിപ്പോർട്ട് ആ ചെലവിന്റെ ബില്ലടക്കം യൂണിറ്റ് കമ്മിറ്റിയിൽ ഒരു അപേക്ഷ കൊടുക്കും. അപേക്ഷ കൊടുത്താൽ ആ പദ്ധതി പ്രകാരം പറഞ്ഞിട്ടുള്ള മുഴുവൻ പൈസയും കൊടുത്തിട്ടുണ്ട്. ഈ പേരാവൂർ യൂണിറ്റ് പറഞ്ഞിട്ടുള്ളത് എല്ലാ അപേക്ഷ ഇതുവരെ പരിഗണിച്ചിട്ടുണ്ട്. എന്റെ ലിസ്റ്റിൽ എന്റെ മനസ്സിൽ പേരാവൂർ ഒരു അപേക്ഷ ഇനിയില്ല. ഈ മനുഷ്യ ഗോപാലേട്ടനടക്കം 25,000 രൂപ കൊടുത്തിട്ടുണ്ട്. വെൽഫെയർ സൊസൈറ്റിയിൽ അംഗമാണ്. വെൽഫെയർ സൊസൈറ്റിയിൽ എത്ര അംഗമുണ്ടെന്ന് അറിയോ? യൂണിറ്റിൽ വെൽഫെയർ സൊസൈറ്റിയിൽ എത്ര അംഗമുണ്ട്? ഹോട്ടലുണ്ടോന്ന് ഞാൻ കേട്ടില്ല. മനോജല്ലേ? എന്നാൽ ഈ യൂണിറ്റിലെ ധാരാളം ആളുകൾ ആ വെൽഫെയർ സൊസൈറ്റിയുടെ 1000 ആളുകളുടെ അംഗമായിരിക്കും. മനോജ് അതിനകത്ത് കൃത്യമായി പണിയെടുത്തിട്ടുണ്ട് എന്നതന്നെ എൻ്റെ ഓർമ്മ. 1000 രൂപ അടച്ച ആളുകൾ 7 കൂട്ടം കാര്യങ്ങൾക്ക് ആനുകൂല്യമുണ്ട്. ആളുകൾ ചേർന്നിട്ടുണ്ട്, ചേരാതിരിക്കില്ല. ബൈപ്പാസ് ആൻജിയോപ്ലാസ് 25,000, ക്യാൻസർ രോഗം 25,000, ഒരു വശം തളർന്നു കിടന്നാൽ 25,000, അപകടം മൂലം ഒരു അവയവം നഷ്ടപ്പെട്ടാൽ 25,000, അപകടം മൂലം 2 അവയവം നഷ്ടപ്പെട്ടാൽ 50,000, അപകട മരണത്തിന് 50,000, വ്യാപാരം നിർത്തിപ്പോയാലും അപകടത്തിൽ മരിച്ചാൽ 50,000 കിട്ടും. നിങ്ങളുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി പുരുഷോട്ടൻ, അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ എടൂരിൽ മരണപ്പെടുകയുണ്ട്. അവർ അപേക്ഷിച്ച് വന്നില്ല. ഞാൻ അങ്ങോട്ടേക്ക് പോയി 50,000 രൂപയുടെ ചെക്ക് കൊടുത്തു. കച്ചവടത്തിൽ കിട്ടുന്ന പറഞ്ഞു. കിഡ്നി മാറ്റി വെക്കണമെങ്കിൽ 50,000, കരൾ മാറ്റി വെക്കണമെങ്കിൽ 50,000, ഡയാലിസിസിന് വിധേയമാകുന്നവർക്ക് 3,000 വെച്ച് 12 മാസം 36,000. ലിസ്റ്റില്ലെങ്കിൽ വ്യാപാരങ്ങളിൽ ചോദിച്ചാൽ ഈ ജോലികൾ മുഴുവൻ ആളുകളിൽ ലിസ്റ്റ് കിട്ടും. തീർച്ചയായും ആളുകൾ ചേർന്നിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി കൊണ്ടുവന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പേരാവൂരിയും എല്ലാ കാലത്തും മുഖ്യ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ആനുകൂല്യം കിട്ടും. നിങ്ങൾ ആശുപത്രിയിൽ പോകുന്ന കാര്യം പറയണം. അപ്പോൾ ഒരാളിപ്പം വന്നപ്പോൾ ചോദിച്ചു, 1 കൊല്ലം മുന്നം അസുഖം വന്നതാക്കി തോന്നുന്നു. 1 കൊല്ലം മുന്നേ അസുഖം വന്ന കാര്യമൊന്നും പറയാതിരിക്കുന്ന നല്ലത്. ഒരു 5-6 മാസത്തിനകം പറയാൻ പറ്റും. അതാണ് നല്ലത്. ഇനി ബുദ്ധിമുട്ടാണെങ്കിൽ, ബുദ്ധിമുട്ട് പിടിച്ച ഒരാളാണെങ്കിൽ അത് നമുക്ക് പരിഗണിക്കാൻ ആലോചിക്കാം. ഒന്നിനും തടസ്സമില്ല. നമുക്ക് അങ്ങനെ നന്നായിട്ട് പോകണം. അതാണ് ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനം. മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. സമയം ഒരുപാട് കടന്നുപോയി. നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചു. ഏതായാലും നിങ്ങൾ ആവേശത്തോടുകൂടിയാണ് വന്നത്. നിങ്ങളുടെ എല്ലാ ആളുകളും ഭക്ഷണത്തിന് പോവാം. ഒരു 10 മിനിറ്റോട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. ഒരു സമ്മാനം കൂടി സമ്മാനം. MT തോമസ് ആണ്. തോമസിന്റെ എന്തെങ്കിലും എല്ലാരും പറഞ്ഞില്ലേ, നീ ഏതാണ്ടുള്ളൂ. സുരേഷ് ആഷിൻ കെ 5112 ഫോൺ നമ്പറിലെ ലാസ്റ്റ് നമ്പറുള്ള ആഷിൻ അതുണ്ട്. 9455 ലാസ്റ്റ്. രവീന്ദ്രൻ 3608 ഫോൺ നമ്പർ, അവസാനത്തെ ഫോൺ നമ്പർ 3608 083 ജാൻസിയാണ്. നമ്മുടെ വനിതാ യൂണിറ്റിന്റെ പ്രധാന പ്രവർത്തകയാണ്. ഫോൺ നമ്പർ 83 ജാൻസിന്റെ ലാസ്റ്റ് നമ്പർ രാജൻ.
നോക്കരുത് അച്ഛൻ്റെ അല്ല ഇതാ ഞാൻ പറഞ്ഞ പോലെ ശ്യാമ ഞാനിപ്പോ പറഞ്ഞിട്ട് അതുപോലെ നോക്കിയിട്ടൊന്നും എടുത്തിയല്ല ഒരു നിമിത്തം പോലെ വന്നതാണ് 65,449 സംഘർഷം. അമ്മേന്റെ വീട്ടിലാണിപ്പോ അബ്ദുള്ളൊക്കെ പോയില്ലേ യൂബി അബ്ദുള്ള ഇവിടെ തന്നെ ഉണ്ടോ അയാൾ ഭക്ഷണം ഉണ്ടാക്കുന്ന അയാൾ പോയിട്ടുണ്ടോ എന്നായിരുന്നു പോയി അബ്ദുള്ളൊക്കെ യൂബി അബ്ദുള്ള ടി ഗംഗാധരൻ 81-52 രണ്ടു കൂടി സുധാകരൻ എന്നെ നോക്കട്ടെ റിയാസ് ഇതെല്ലാം ഒത്തുതന്നെയാണ് 499 ഫോൺ നമ്പർ ലാസ്റ്റ് ആൻഡ് ഫൈനല് ഇനി ഒരു ബമ്പർ പ്രൈസ് മാത്രമേ ബാക്കിയുള്ളൂ മുജീബ് 43-13 ഇനി എടുക്കുന്നത് ബമ്പർ പ്രൈസ് ആണ് ഇതുകൂടി മാത്രമേ ബാക്കിയുള്ളൂ ബമ്പർ പ്രൈസ് ടു അഗസ്ത്യൻ ടോം അഗസ്ത്യൻ അല്ല ടോം ഇപ്പൊ ബമ്പർ കിട്ടിയില്ല അപ്പൊ അഗസ്ത്യൻ എടുത്തോ ശരിയാ പ്രിയപ്പെട്ടവരെ